കേരള സർവകലാശാലയിലെ അധികാര പോര് സമവായത്തിലേക്ക് പ്രശ്നപരിഹാരത്തിനായി സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന ആവശ്യത്തോട് സിൻഡിക്കേറ്റും വിസിയും അനുഭാവ നിലപാട് സ്വീകരിച്ചതായി മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. അതേസമയം രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷനിൽ സിൻഡിക്കേറ്റും വൈസ് ചാൻസലറും നിലപാട് മാറ്റാൻ തയ്യാറായിട്ടില്ല. അതിനിടെ സെനറ്റ് ഹാളിലേക്ക് കാവിക്കോടി ഏന്തിയ ഭാരതാംബയെക്കുറിച്ചുള്ള ചോദ്യത്തിൽ പ്രകോപിതനായ മോഹനൻ കുന്നുമ്മൽ വാർത്താ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇനി ഈ റിപ്പോർട്ട് കാണാം. കേരള സർവകലാശാലയിലെ ഭരണപ്രതിസന്ധി രൂക്ഷമായതോടെ സമവായത്തിന് സംസ്ഥാന സർക്കാർ തന്നെ രംഗത്തെത്തി. വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലിനെ മന്ത്രി ആർ ബിന്ദു നേരിട്ട് ബന്ധപ്പെട്ടു. സർവകലാശാലയിലെത്തിയ VC മന്ത്രിയുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തി. സർവകലാശാലയിലെ നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. സിൻഡിക്കേറ്റ് യോഗമെന്ന ആവശ്യത്തോട് VC അനുഭാവ നിലപാട് സ്വീകരിച്ചെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. എന്തായാലും ഏറ്റവും പെട്ടെന്ന് സിൻഡിക്കേറ്റ് വിളിക്കുക എന്നുള്ളത് അനിവാര്യമാണ്. കാരണം ഈ വിഷയങ്ങൾ ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്താൻ കഴിയുക സിൻഡിക്കേറ്റിലാണ്. അപ്പം അതുകൊണ്ട് സിൻഡിക്കേറ്റ് ഏറ്റവും പെട്ടെന്ന് വിളിക്കും. അദ്ദേഹം അനുഭാവം തന്നെ കാണിച്ചിട്ടുള്ളൂ. സിൻഡിക്കേറ്റ് വിളിക്കണമെന്ന് അദ്ദേഹത്തിന് അറിയാലോ, നിയമത്തിൽ പറയണതാണല്ലോ. പക്ഷേ രജിസ്ട്രാർക്കെതിരെയുള്ള നടപടിയിൽ VC ഉറച്ചു നിൽക്കുകയാണ്. KS അനിൽകുമാർ ഓഫീസിൽ പ്രവേശിക്കുന്നത് ഗവർണറോടുള്ള അനാദരവാണെന്നും സസ്പെൻഷൻ ഉത്തരവ് അംഗീകരിക്കാതെ സമവായത്തിലെത്തില്ലെന്നും മോഹനൻ കുന്നുമ്മൽ മന്ത്രിയെ അറിയിച്ചു. പ്രശ്നപരിഹാരത്തിനായി സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യപ്പെടുമ്പോഴും നിലപാട് തിരുത്താൻ അവരും തയ്യാറാകുന്നില്ല. ഈ പ്രശ്നം പരിഹരിക്കാൻ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചെങ്കിലേ പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആരാണ് സിൻഡിക്കേറ്റ് യോഗം വിളിക്കേണ്ടത്? വൈസ് ചാൻസലറാണ്. വൈസ് ചാൻസലർ ഇല്ലാത്ത 3 ആഴ്ച കാലം കൊണ്ട് കേരള സർവകലാശാലയിൽ വന്നു നിറഞ്ഞത് 1838 ഡിഗ്രി സർട്ടിഫിക്കറ്റുകളാണ്. കനത്ത പോലീസ് സുരക്ഷയിൽ ഇന്ന് സർവകലാശാലയിലെത്തിയ മോഹനൻ കുന്നുമ്മൽ എല്ലാ ഫയലുകളിലും ഒപ്പുവെച്ചു. 1838 ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ഒപ്പിട്ട് കഴിഞ്ഞു. അപ്പോൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇനി ഒന്നും തന്നെ ഇവിടെ ഒപ്പിടാനില്ല. അതുകൂടാതെ PhDയുടെ പാനൽ, അങ്ങനെയുള്ള അത്യാവശ്യ ഫയലുകൾ എല്ലാം തന്നെ തീർന്നു. ഈ ടേബിൾ ഫ്രീ ആണ്. SFIക്കാരുടെ സമരം അടുത്ത തെരഞ്ഞെടുപ്പിൽ നേതൃപാടവം പാർട്ടിയെ ബോധ്യപ്പെടുത്താനാണെന്ന ആക്ഷേപവും VC ഉന്നയിച്ചു. ഇതിനിടയിലായിരുന്നു ചെഗുവേരയെക്കുറിച്ചുള്ള പരാമർശം. അല്ലല്ല, ചെഗുവേര എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷേ നമ്മുടെ അഡ്മിഷൻ നടത്തുന്ന സ്ഥലത്ത് ചെഗുവേരയുടെ പടം വെക്കേണ്ട, ചെഗുവേരയുടേതോ സവർക്കറുടെയോ ആരുടെയും പടം വെക്കേണ്ട. അവിടെ മുമ്പ് പഠിപ്പിച്ചിരുന്ന അവിടെ ONV കുറുപ്പിന്റെ പടം വെക്കായിരുന്നു. ഇതോടെ സെനറ്റ് ഹാളിൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബ വെച്ചതിൽ പ്രശ്നമില്ലേ എന്ന് മാധ്യമങ്ങൾ ചോദിച്ചു. ഇതോടെ വൈസ് ചാൻസലർ വാർത്താ സമ്മേളനത്തിൽ നിന്നിറങ്ങിപ്പോയി. നിങ്ങൾ രാഷ്ട്രീയത്തിലോട്ട് വഴുതി വീഴുന്നു. ഐ ആം നോട്ട് റെഡി. താങ്ക് യു. ഒന്നാം ഘട്ട ചർച്ച മാത്രമാണ് ഇപ്പോൾ ഇരുവിഭാഗങ്ങളുമായി നടന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടാകുമെന്നും മന്ത്രി ആർ ബിന്ദു അറിയിച്ചു. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമെങ്കിൽ ഗവർണറുമായി ചർച്ച നടത്താനും സർക്കാർ തയ്യാറാണ്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.